നമസ്കാരം. ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചാറ്റും ഫോൺ സംഭാഷണവും ഒക്കെ തന്നെയാണ് മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് വാർത്ത. എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തിരുന്നു. നേരത്തെ കേരളത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഇവിടെ രാഹുലിന്റെ ചില വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങളും ഒക്കെ പുറത്തുവിട്ടിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ രാഹുലിനെതിരെ പല ആരോപണങ്ങളുമായി രംഗത്തെത്തി. എന്തായാലും ആ സമയത്ത് രാഹുൽ മെല്ലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നൊക്കെ അപ്രത്യക്ഷനായി. രാഹുൽ എവിടെയാണെന്നതിനെ കുറിച്ച് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ചില ആളുകളുമൊക്കെയായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, അതായത് 2 പാരസെറ്റാമോൾ കഴിക്കും, അത്തരത്തിലുള്ള ചില ഗുളികകളൊക്കെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു, അതായത് അത്രമാത്രം ടെൻഷനാണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചില സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ രാഹുൽ ആ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലൊക്കെ സജീവമായി സമൂഹ മാധ്യമങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അതുപോലെ തന്നെ രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളും അതുപോലെ തന്നെ രാഹുലിന്റെ ഫോട്ടോയും ഒക്കെ വെച്ച് പല രീതിയിലുള്ള PR വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ആളുകൾ മറന്നു തുടങ്ങിയ ഒരു സമയത്ത്, അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള വാട്സാപ്പ് ചാറ്റിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ആളുകൾ ഇങ്ങനെ മറന്നു തുടങ്ങിയ സമയത്ത് ആളുകളെ ഈ വിഷയമൊക്കെ മാധ്യമങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. അതിലപ്പുറം മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കെ മുരളീധരൻ പറഞ്ഞത് ഇനി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അതേ സ്ഥാനത്ത് VD സതീശൻ നേരത്തെ രാഹുലിന്റെ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ആളാണ്. എന്നാൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ നേതൃത്വം അത് രാഹുലിന്റെ തന്നെയാണ്. രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ടാണ് VD സതീശൻ രംഗത്തെത്തിയത്. കെ മുരളീധരൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇനി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്, ഞങ്ങളുടെ പാർട്ടിക്ക് നടപടിയെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, അതിനപ്പുറം നടപടിയെടുക്കാൻ ഞങ്ങളല്ല പോലീസ്, ഞങ്ങളല്ല ഇവിടെ ഭരിക്കുന്ന ആളുകൾ, ഞങ്ങളല്ല എന്ന രീതിയിലാണ് കെ മുരളീധരന്റെ ഒരു പ്രതികരണം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും പിടിച്ചു കുലുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഒത്തുപിടിച്ചിട്ടും കാര്യമായ രീതിയിലുള്ള ഒരു കുലുക്കമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്ന സമയത്ത് നേരത്തെ പുറത്തുവിട്ടതിന്റെ തുടർച്ചയാണ് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണം മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാധ്യമങ്ങളുമായി തർക്കിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത്. അതായത് ഞാൻ നോക്കിക്കോളാം, നിയമപരമായിട്ട് അതിനെ ഞാൻ നേരിട്ടോളാം, അതിന്റെ സമയം ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെയാണ് രാഹുലിന്റെ ചില പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം നേരത്തെ വല്ലാത്ത പ്രതിരോധത്തിലേക്ക് പോയിരുന്നു. ആദ്യം ഈ വോയിസും അതുപോലെ തന്നെ ഈ ചാറ്റും ഒക്കെ പുറത്തുവിട്ടപ്പോൾ എല്ലാവരും രാഹുലിന് എതിരായി രംഗത്തെത്തി. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരാതികൾ ഒന്നും തന്നെ ഇല്ലാതെ, പരാതികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും പരാതികൾ കൊടുത്ത വിവരമൊന്നും കാര്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല. ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് അവർ ആരോടോ പരാതി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ പോലീസിലോ മറ്റോ ഒന്നും പരാതി ഉണ്ടായിട്ടില്ല. നേരത്തെ പ്രതിരോധത്തിൽ പോയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. അതായത് ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല, രാഹുൽ തന്നെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേദിയിലെത്തിയപ്പോൾ ആ വേദിയിലേക്ക് വൈകി എത്തിയ VD സതീശൻ, രാഹുൽ പോയതിനു ശേഷമാണ് ആ വേദിയിലെത്തിയത്. പിന്നീട് VD സതീശൻ ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ആ വേദിയിലേക്ക് എത്തുന്നത്. എന്നാലും ഇപ്പോൾ രാഹുലുമായി വേദി പങ്കിടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ രാഹുൽ നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല എന്ന ഒരു നിലപാട് VD സതീശൻ സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ, നേരത്തെ പോലീസ് ഒരു കേസൊക്കെ എടുത്തിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ രാഹുൽ ചെയ്തത്, ഞാൻ ആദ്യമേ പറഞ്ഞു രാഹുൽ നല്ല പുള്ളിയാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കറിയില്ല, നല്ല കോഴിയാണ്, നല്ല അന്തസ് കള്ളപ്പൂച്ചയാണ്. പക്ഷെ ഈ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് രാഹുലിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് പോലീസാണ്, സർക്കാരാണ്. ഇന്നലെ മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ വലിയ വിവാദമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കും പിടിച്ച ഏതോ ഒരു ചാനലുകാരൻ ഇവിടെ നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലുമൊക്കെ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് കൊണ്ടൊന്നും കാര്യമില്ല, പരാതി ഉണ്ടോ, പരാതി കൊടുക്കട്ടെ, പരാതി കൊടുത്തതിന് ശേഷം ഇനി ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു, ഇവിടെ മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു, ഉടൻ തന്നെ കൈമാറും എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്ഥലം SHOക്ക് ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്, എന്റെ ഐഡന്റിറ്റി വെളിപ്പെടും, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള പരാതികളുണ്ട് എന്ന് പറഞ്ഞ്
ഒന്ന് ഫോൺ ചെയ്ത് സ്ഥലം SHOയെ വിവരം അറിയിച്ചാൽ പോലീസ് അപ്പോൾ തന്നെ നടപടിയെടുക്കും. മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല പുള്ളിയല്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അയാൾ ഒരിക്കലും ആ ഫോൺ സംഭാഷണങ്ങൾ, ആ വാട്സാപ്പ് ചാറ്റുകളൊന്നും അയാളുടേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊന്നും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ നല്ല കോഴി തന്നെയാണ്, അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ പരാതി ഉന്നയിക്കുന്ന ആളുകൾ, ഈ സംഭാഷണങ്ങളൊക്കെ പുറത്തുവിടുന്ന ആളുകൾ, അവരും അത്ര ക്ലിയർ അല്ല, അത്ര നല്ല പുള്ളികളല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരസ്പരം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ അർമാദിച്ചു നടന്നു. അതിൽ പല ആളുകളും ഉണ്ടായിരിക്കാം. നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അവരൊക്കെ അപ്രത്യക്ഷരായി. ഇപ്പോൾ ഒരാൾ മാത്രമാണുള്ളത്. ആ ആളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന രീതിയിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പരാതി കൊടുക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. എന്തായാലും മാധ്യമങ്ങൾ ഇന്നലെ വല്ലാതെ ആഘോഷമാക്കി. വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒന്ന് പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ ആ ശ്രമം ശരിക്കും പറഞ്ഞാൽ ചീറ്റിപ്പോയി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.